കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലുള്ളവർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് കേരളത്തിലുള്ള 3 പേര് അരുണാചൽ പ്രദേശിൽ പോയിട്ട് ഒരു ഹോട്ടൽ റൂം എടുത്തിട്ട് 3 പേര് ആത്മഹത്യ ചെയ്ത കാര്യം. ഇവരെന്തിനും അങ്ങോട്ട് പോയി അവിടെ പോയിട്ട് ഒരു ഹോട്ടൽ മുറി എടുത്തിട്ട് എന്തിനു സൂസൈഡ് ചെയ്തു? ആദ്യഘട്ട ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തു വന്ന കാര്യം എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ഗാലക്സിക്ക് അടുത്തുള്ള മിൽക്കി വേ ഗാലക്സിക്ക് അടുത്തുള്ള ആൻഡ്രോമഡ ഗാലക്സി എന്നുള്ള ഒരു ഏലിയൻ നമ്മുടെ ഭൂമിയിലെ മനുഷ്യരോട് സംസാരിച്ചിരുന്നു. ഈ ഏലിയന് ഈ 3 പേരുടെ മരണമായിട്ട് ബന്ധമുണ്ടോ? എന്തിന് ഈ ചോദ്യം, എന്തിന് ഇതുപോലത്തെ ചോദ്യം എന്ന് കുറേ ആൾക്കാർക്ക് ഇനി സംശയം ഉണ്ടാവും. അതിന് ഉത്തരം ഞാൻ പറയാം. ഇവിടെ ഫോണ്, ഇവിടെ ലാപ്ടോപ്പ്, ഇതിലെല്ലാത്തിലും ഈ ആൻഡ്രോമഡ എന്നുള്ള ഈ ഏലിയൻ്റെ ഫോട്ടോ, ഇവിടെ കോൺവെർസേഷൻ, അതായത് സംഭാഷണ രൂപത്തിൽ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു. അതിന് ഈ ആൻഡ്രോമഡ ഗാലക്സിയുള്ള ഈ ഏലിയൻ അത് ഉത്തരം പറയുന്നു. അതും കുറേ കോൺസ്പൈറസി ഉള്ള വിചിത്രമായിട്ടുള്ള കേട്ട ആര് വിശ്വസിച്ച് പോകുന്ന തരത്തിലുള്ള ഈ സയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അതുപോലത്തെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിന് അനുസരിച്ചുള്ള ഉത്തരങ്ങൾ ഈ ഏലിയൻ പറയുന്നുണ്ടായിരുന്നു. അതുപോലത്തെ കുറേ കോൺവെർസേഷൻസ്, കുറേ ഫോട്ടോസ്, കുറേ വീഡിയോസ്, അതുമായി ബന്ധപ്പെട്ട ഈ ഏലിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവരുടെ ലാപ്ടോപ്പിലും ഇവരുടെ ഫോണിലും കണ്ടെത്തിയിരുന്നു. ഈ മരിച്ചവർ ഈ ഏലിയൻ കോൺടാക്റ്റിനെ തീവ്രം വിശ്വസിച്ചിരുന്നു. നമ്മൾ ഭൂമി മരിച്ചു കഴിഞ്ഞാൽ ചൊവ്വയിൽ പോയിട്ട് വീണ്ടും ജീവൻ വയ്ക്കും, അവിടെ നമുക്ക് ആൻഡ്രോമഡ ഗാലക്സിയിലേക്ക് പോവാം. അതുപോലുള്ള കാര്യങ്ങൾ ഈ ആൻഡ്രോമഡ ഗാലക്സി എന്നുള്ള ഒരു ഏലിയൻ ഭൂമിയിലുള്ള ആൾക്കാരെ സംസാരിക്കാനായിട്ടുള്ള യൂട്യൂബ് വീഡിയോസ്, വെബ്സൈറ്റിലെ PDF, ഫോട്ടോസ്, ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ മരിച്ച 3 പേരും നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അതിൽ 2 പേര് ഡോക്ടറാണ്, അതായത് ആയുർവേദ ഡോക്ടേഴ്സാണ്. അതിലൊരു ടീച്ചറാണ്. ഈ 3 പേരും പ്രൊഫഷണൽസാണ്. ഇവർ 3 പേരും ജീവൻ പോകുന്നത് പോലെ അരുണാചൽ പ്രദേശിൽ പോയിട്ട് റൂം എടുത്തിട്ട് ആ ഒരു ലെവലിൽ പോകണമെങ്കിൽ ഇത്ര തീവ്രമായിട്ട് ഇങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? ഇവരെ ആ ഒരു സ്റ്റേജിൽ എത്തിച്ചത് ആരാണ്? ഞാൻ വിജയൻ, വെൽക്കം ടു ക്രിസ്റ്റൽ കിങ് സ്റ്റുഡിയോസ്. ഇവർ 3 പേരിൽ ഒരാളാണ് ആര്യ. ഇവർ ടീച്ചറാണ്. ടീച്ചർ പറയുമ്പോൾ ഫ്രഞ്ച് ക്ലാസ്സസ് എടുക്കുന്ന ടീച്ചറാണ്. ഇവർ മാർച്ച് 26-ാം തീയതി തൊട്ട് വീട്ടിൽ നിന്ന് മിസ്സായി എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ പാരൻസൊക്കെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ട് അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ഇവരുടെ ഫോണൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കുറേ കോൾസ് ഈ നവീൻ എന്ന പേരിൽ നിന്നും കുറേ കോൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് കോൾസും കുറേ കോൾ പോയിട്ടുണ്ട്. അങ്ങനെ ഇവർ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഈ ആരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ നവീൻ്റെ ആ വീട്ടിലേക്ക് പോകാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ നവീൻ്റെ വീട്ടിലേക്ക് പോയി നോക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് ദേവി, നവീൻ, ഇവർ 2 പേരും അരുണാചൽ പ്രദേശിലേക്ക് യാത്ര പോയിരിക്കുകയാണ് വീട്ടിലുള്ള ആൾക്കാർ പറയുന്നു. ആ സമയത്ത് വേറെ ഡീറ്റെയിൽസ് ഒന്നും കൈ കിട്ടാനില്ല. അപ്പോൾ നവീൻ്റെ ദേവിയുടെ ഫോണിലേക്ക് പോലീസ് തുടർച്ചയായി വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവർ 2 പേരെ ഫോണിൽ വിളിക്കുമ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിനുശേഷം നവീൻ നമ്പർ ഉപയോഗിച്ചിട്ട് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഇയാൾ എന്തെങ്കിലും ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോക്കുമ്പോഴേ ഈ നവീൻ എന്ന ആൾ അരുണാചൽ പ്രദേശിലേക്ക് 3 ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ നമ്പർ ഉപയോഗിച്ചിട്ട്. ഈ സമയം കേരളത്തിലെ പോലീസ് അരുണാചൽ പ്രദേശിലെ പോലീസ് ബന്ധപ്പെട്ടിട്ട് ഈ ആര്യ, ദേവി, നവീൻ ഇവരുടെ 3 പേരുടെയും എന്താ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അരുണാചൽ പ്രദേശിലെ പോലീസ് ഒരു കാര്യം ഇവർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അരുണാചൽ പ്രദേശിലെ ഒരു സ്ഥലത്തിലെ ഹോട്ടൽ മുറിയിൽ ഈ 3 പേര് മരിച്ചു കിടക്കുന്ന കാര്യം അരുണാചൽ പ്രദേശ് പോലീസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് നവീൻ, ദേവി ഇവർ 2 പേരും കൈഞ്ഞരമ്പ് ആഴത്തി മുറിച്ചിട്ട് നിലത്തിടക്കുന്നു. ദേവി ഈ നവീൻ്റെ വൈഫാണ്. അവർ 2 പേരും നിലം മുറിച്ച് കിടക്കുന്നു. തൊട്ടടുത്ത് കുറച്ച് മാറിയിട്ട് ആര്യ കഴുത്തിൽ ആഴത്തിൽ മുറിച്ചിട്ട് അവരെ മാറി കിടക്കുന്നുണ്ട്. ഈ നവീനും ദേവിയും ആയുർവേദ ഡോക്ടേഴ്സാണ്. ഈ നവീനും ദേവിക്ക് എന്തോ അവരുടെ പ്രൊഫഷൻ അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് വേറെ പ്രൊഫഷൻസ് നോക്കുന്നുണ്ടായിരുന്നു. നവീനാണെങ്കിൽ കേക്കുകളൊക്കെ ഉണ്ടാക്കി വിൽക്കുക, ദേവിയാണെങ്കിൽ തൊട്ടടുത്തുള്ള സെൻറ്ററിൽ ജർമ്മൻ പഠിപ്പിക്കാൻ വേണ്ടി പോവുക. അങ്ങനെ ഒരു എക്സ്ട്രാ വേറെ കുറേ പ്രൊഫഷൻസ് നോക്കിയിരുന്നു. ആര്യയാണെങ്കിൽ ഫ്രഞ്ച് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ആര്യയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരുന്നു. ഇവർ അടുത്ത് തന്നെ കല്യാണം കഴിക്കാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ നവീനാണെങ്കിൽ നേരത്തെ തന്നെ ഈ അരുണാചൽ പ്രദേശിൽ വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഒരു മെഡിറ്റേഷൻ ഭാഗമൊക്കെ ആയിട്ട് കുറച്ച് ദിവസം താമസിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ദിവസം മാറി നിൽക്കാനൊക്കെ ആയിട്ട് ഈ അരുണാചൽ പ്രദേശിൽ നേരത്തെ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നവീൻ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആയിരിക്കുമെന്ന് ഈ സമയത്ത് പോലീസ് ഊഹിക്കുന്നു. ആ സമയത്ത് ഇവർ പോകുന്ന ആ സമയത്ത് തന്നെ ഈ ആര്യയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ചിട്ട് ഇവർ പോകുന്ന ചിലവ്, അവിടെ പോയിട്ടുള്ള താമസിക്കുന്ന ചിലവ്, എല്ലാത്തിലുള്ള ചിലവ് ഇവർ സ്വർണ്ണാഭരണം പണയം വെച്ചിട്ട് പൈസ വാങ്ങിയിരുന്നു. ആര്യൻ്റെ ലാപ്ടോപ്പ് പരിശോധിക്കുന്ന സമയത്ത് അതിൽ ഡോൺ ബോസ്കോ എന്ന് ഒരു ഇമെയിൽ ഐഡിയിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് PDF, ഫോട്ടോസ്, കുറേ ഇമെയിൽസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ പ്രോക്സിയിൽ ക്രിയേറ്റ് ചെയ്ത ഇമെയിലാണ്. അതുകൊണ്ട് തന്നെ അത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. തുടർച്ചയായിട്ട് കുറേ PDF, കുറേ ഇമെയിൽസ്, വീഡിയോസ്, ഫോട്ടോസ്, ഏലിയന് ബന്ധപ്പെട്ട ഈ ഏലിയൻ കോൺടാക്റ്റുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ആ ഇമെയിലിൽ നിന്ന് വന്നിട്ടുണ്ട്. ആര്യയ്ക്ക് ഏലിയൻ കോൺടാക്റ്റുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് അതുവഴി അങ്ങോട്ട് പോയതാണോ, അതല്ലെങ്കിൽ ഈ നവീൻ തന്നെ ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും ആര്യയ്ക്ക് ഇങ്ങനെ ഒരു ഇമെയിലൊക്കെ സെൻഡ് ചെയ്തിട്ട് ഫോട്ടോസ് കാരണം സെൻഡ് ചെയ്തിട്ട് വീഡിയോസ് എല്ലാം സെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയതാണോ എന്നുള്ള കാര്യം ഉറപ്പില്ല. ഇങ്ങനെ പല ആംഗിൾസിൽ പോലീസ് ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ആര്യയുടെ ലാപ്ടോപ്പിലെ PDF, വീഡിയോസ്, ഫോട്ടോസ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ലീഡ് ചെയ്തിട്ട് ഈ അരുണാചൽ പ്രദേശിലെ ഒരു ഹോട്ടൽ മുറിയിൽ ഇവർ 3 പേരെ എത്തിച്ചു എന്നും നോക്കാം. ആര്യയുടെ ലാപ്ടോപ്പിലെ
ആ ഒരു PDF നോക്കുന്ന സമയത്ത് അതിൽ ഒരു മിതി എന്ന് പറയുന്നൊരു ഏലിയൻ, ആ ഏലിയനെ കാണാനായിട്ട് മൊട്ടത്തല, കറുത്ത ഡ്രസ്സ്, ഒരു കാണാൻ തന്നെ വിചിത്രമായിട്ടുള്ള മനുഷ്യരൂപം തന്നെയാണ്, പക്ഷേ കുറച്ച് തല വലുതായിട്ട് ഒരു വിചിത്രമായിട്ടുള്ള രൂപം. ഈ മിതി എന്നുള്ള ഈ ഏലിയൻ ആൻഡ്രോമേഡ ഗാലക്സി എന്നിട്ട് നമ്മുടെ മനുഷ്യർ, ഈ ഭൂമിയിലെ മനുഷ്യരുമായിട്ട് സംസാരിക്കുന്നത് പോലെ ഒരു കോൺവെർസേഷൻ പോലെ നമ്മൾ കുറേ ചോദ്യം ചോദിക്കുന്നു. അതിന് ഉത്തരമായിട്ട് ഈ സയൻസൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ മിതി ഉത്തരം പറയുന്നുണ്ട്. ഈ PDF 400 കൂടുതൽ പേജുള്ള PDF ആണ്. ഈ PDF മുഴുവനും ഒരു കോൺവെർസേഷൻ പോലെ, ഒരു സംഭാഷണം പോലെ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ഈ മിതി ഉത്തരം പറയുന്നത് പോലെ അങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് വെബ്സൈറ്റ് ഉണ്ട്, അതിലൊരു PDF ഉണ്ട്, അതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, കുറേ വർഷമായിട്ട് റണ്ണാവുന്ന യൂട്യൂബ് ചാനലുണ്ട്. ഇതിലെല്ലാത്തിലും ചോദ്യം ചോദിക്കുന്നു, അതിന് ഉത്തരം പറയുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ട് ഈ സംഭാഷണം പോലെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് റണ്ണാവുന്നത്. ഈ PDF മുഴുവനും ഈ ചോദ്യ ഉത്തരങ്ങൾ പോലെ തന്നെയാണ്. അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആരാണെന്ന് നോക്കിയാൽ ഈ അറ്റ്ലാന്റിക്കോ BR എന്ന യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന, ഈ വെബ്സൈറ്റ് റൺ ചെയ്യുന്ന ക്യാപ്റ്റൻ ബില്ല്. ഈ ക്യാപ്റ്റൻ ബില്ല് തന്നെയാണെന്ന് ഉറപ്പില്ല, കാരണം ഇയാളെ പേര് എല്ലായിടത്തും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ PDF-ലായാലും വെബ്സൈറ്റിലായാലും ചാനലിലായാലും കുറേ സ്ഥലത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ക്യാപ്റ്റൻ ബില്ലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ PDF തുടർന്ന് ഇങ്ങനെയാണ്: ഞാൻ ബീച്ചിൽ ഒരു ദിവസം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടു. അപ്പോൾ ഞാൻ തുടക്കത്തിൽ സംസാരിച്ചു, കുഴപ്പമൊന്നുമില്ല, കാണാൻ കുറച്ച് നല്ലൊരു പയ്യൻ, ആ രീതിയിൽ സംസാരിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ സംസാരിച്ച് വരുമ്പോഴത്തേക്കും ഇയാൾ ഇവിടെയുള്ള ഭൂമിയിൽ നിന്നുള്ള ഒരാളല്ല. അപ്പോൾ സംസാരിച്ച് കുറേ കൂടെ അറിഞ്ഞപ്പോൾ ഇയാൾ വേറൊരു ഗാലക്സിയിൽ നിന്നിട്ടും ഇങ്ങോട്ട് വന്നതാണ്. ആൻഡ്രോമേഡ ഗാലക്സി എന്നുള്ള മിതി എന്ന് പറയുന്നൊരു ഏലിയനാണ്. ആ ഏലിയനാണ് ഇവിടെ ഭൂമിയിൽ വന്നിട്ട് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ മനസ്സിലായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ആ സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ഉത്തരം ഏലിയൻ പറഞ്ഞിരുന്നു. ആ രീതിയിലാണ് ഇത് തുടങ്ങുന്നത്. അതായത് ബീച്ചിലൊരു ഏലിയനെ കണ്ടു, ഏലിയൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ ഉത്തരം പറയുന്നുണ്ടായിരുന്നു. എൻ്റെ കുറേ ചോദ്യങ്ങളൊക്കെ ഉത്തരം പറഞ്ഞു. ആ ഒരു രീതിയിലാണ് ഈ PDF തുടങ്ങുന്നത്. ഈ വെബ്സൈറ്റും ചാനലും ഏകദേശം 15-16 വർഷം മുമ്പ് തൊട്ടേ റണ്ണാവുന്നുണ്ട്. അതായത് ഈ വെബ്സൈറ്റിലും ഈ ചാനലിലും അത്രമാത്രം മെമ്പേഴ്സ് ഉണ്ട്. ഇവർ ഈ 10-16 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ തുടർന്ന ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു: ദിനോസറുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ വംശനാശം സംഭവിച്ചു, അതെങ്ങനെയാണെന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മിതി എന്ന് പറയുന്ന ഏലിയൻ ഉത്തരം പറയുന്നത് ഇങ്ങനെയായിരുന്നു: ഈ ഭൂമിയിൽ കുറേ ജീവികൾ ജീവിച്ചിരുന്നു. ദിനോസറിന് മുമ്പ് ദിനോസറിന് ശേഷം കുറേ ജീവികൾ ജീവിച്ചിരുന്നു. ആ ജീവികളും ദിനോസർ ഉൾപ്പെടെ ആ ജീവികളൊക്കെ ഗാലക്റ്റിക് ബ്ലാസ്റ്റർ ഉപയോഗിച്ചിട്ട് വേറെ ഗ്രഹത്തിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതാണ്. അത് വംശനാശം സംഭവിച്ചിട്ടില്ല, അതിപ്പോഴും ആ ഗ്രഹത്തിൽ ജീവിക്കുന്നുണ്ട്. അതിന് ഈ സയൻസ് പരമായിട്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതെങ്ങനെയാണ് തരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. അത് കേട്ടാൽ ഉറപ്പായിട്ടും ആരാലും ചെറുതായിട്ടൊന്ന് വിശ്വസിച്ച് പോകും കേട്ടോ. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഗാലക്റ്റിക് ബ്ലാസ്റ്റർ വഴി ഈ ദിനോസറുകളെ വേറെ ഗ്രഹത്തിലേക്ക് മാറ്റി. അപ്പോൾ ഈ ആർക്കിയോളജിസ്റ്റുകൾ എക്സ്കവേഷൻ നടത്തുന്നുണ്ടല്ലോ, ദിനോസറുകളുടെ ഈ എല്ലുകളൊക്കെ കിട്ടാനൊക്കെ ആയിട്ട്, എല്ലുകളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അത് പഠിക്കാനൊക്കെ ആയിട്ട് കുറേ സ്റ്റഡീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഭൂമി നോക്കി കഴിഞ്ഞാൽ അത്രമാത്രം ഇത്ര കോടിക്കണക്കിന് ദിനോസർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ദിനോസറുടെ എല്ലുകളൊന്നും ഇപ്പോൾ കിട്ടാനില്ല. എവിടെയെങ്കിലും 1-2 കിട്ടിയാലേ ഉള്ളൂ. അതിന് എല്ലുകളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. അതിന് കാരണം ഇത് തന്നെയാണ്. ആ സമയത്ത് ഏതെങ്കിലും ദിനോസറുകൾ ഈ അബദ്ധവശാൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റിലൊക്കെ മരിച്ചാലേ ഉള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈറ്റ് നടന്നിട്ട് മരിച്ചാലേ ഉള്ളൂ. അങ്ങനെ കിട്ടിയ എല്ലുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്ന എല്ലുകൾ. അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു എല്ലുകൾ കാണാൻ പറ്റില്ല. അങ്ങനെ നോക്കുവാണ് ഇപ്പോൾ ഉൽക്ക വീണിട്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ ഈ ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിനോസറുടെ കംപ്ലീറ്റ് എല്ലുകളും ഭൂമിയിലുണ്ടാവും. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ എല്ലുകളൊന്നും കാണാൻ കഴിയില്ല. അതിന് കാരണം ഈ ദിനോസറുകളെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് മാറ്റി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലുകളൊന്നും കാണാൻ പറ്റില്ല എന്നും ഈ മിതി പറയുന്നുണ്ട്. കണ്ടില്ലേ, ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എങ്ങനെയാണ് പറയുന്നതെന്നുള്ളത്. കൂടാതെ ഭൂമിയിൽ 58ഓളം വ്യത്യസ്ത തരത്തിലുള്ള ഏലിയൻസ് ഉണ്ട്. അവർ ഭൂമിയിൽ ഈ ചെടികളൊക്കെ എങ്ങനെ വളരുന്നു, ഈ എക്കോസിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതൊക്കെ പഠിക്കാനായിട്ട് അവർ വന്ന് പോകുന്ന ടൂറിസ്റ്റുകളെ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരിപ്പോൾ ഒരു ബാച്ച് വരും, ഭൂമിയിൽ നിൽക്കും, അവർ കുറേ സ്റ്റഡി ചെയ്യും, അതിനുശേഷം അവർ തിരിച്ചു പോകും. അതിനുശേഷം വേറെ ബാച്ച് വരും, ഭൂമിയെ പഠിക്കും, അവർ തിരിച്ചു പോകും. അങ്ങനെ 58ഓളം തരത്തിലുള്ള ഏലിയൻ ഇപ്പോഴും ഭൂമിയിലുണ്ടെന്ന് ഈ കോൺവെർസേഷൻ പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും കുറേ പേര് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് ശിവലിംഗത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ PDF മെൻഷൻ ചെയ്യുന്നുണ്ട്, ശിവലിംഗത്തെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ചോദ്യം ചോദിച്ച ആളുകളിൽ നവീൻ എന്ന പേരുള്ള ഒരാളും കൂടിയുണ്ട്. പക്ഷേ ഈ നവീൻ ഇപ്പോൾ നമ്മൾ കേസിലുള്ള ഈ നവീനാണെന്ന് അറിയില്ല. പക്ഷേ നവീൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് നോക്കിയാൽ ഈ ചൈന ചന്ദ്രൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ നോക്കി കഴിഞ്ഞാൽ ഈ ചന്ദ്രൻ്റെ ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റൂ, ഓപ്പോസിറ്റ് സൈഡ് കാണാൻ പറ്റില്ല. ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചൈന ഒരു പ്രോബ് വിക്ഷേപിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, ഇത് സത്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മിതി പറയുന്നത് ഇങ്ങനെയായിരുന്നു: വിക്ഷേപിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ ഈ ചൈന ഈ വിക്ഷേപിച്ചിട്ടുണ്ടല്ലോ ഈ പ്രോബിൽ നിന്ന് പുറത്തു വന്നെന്ന് പറഞ്ഞിട്ട് കുറേ പിക്ചേഴ്സ് ചൈന റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും സത്യമല്ല എന്നും മിതി പറയുന്നുണ്ട്. ഈ PDF മൊത്തത്തിൽ നോക്കിയാൽ കുറേ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഉത്തരങ്ങൾ, കുറേ കോൺസ്പിറസി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറേ രാജ്യത്തു നിന്നുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ
ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ പൈസ, ഇഷ്ടംപോലെ പൈസ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡൊണേറ്റ് ചെയ്ത ലിസ്റ്റ് നോക്കിയാൽ അതിലും ഈ നവീൻ്റെ പേരുണ്ട്. കൂടാതെ ഇന്ത്യയിൽ കുറേ ആൾക്കാരുടെ പേരും അതിൽ കാണാൻ പറ്റും. കാരണം ഈ വെബ്സൈറ്റ്, ഈ ചാനലൊക്കെ റൺ ചെയ്യുന്നതിന് പിന്നിൽ ഒരു മോട്ടിവേഷൻ ഉണ്ട്. ഇവരിൽ ഈ വെബ്സൈറ്റിൽ കുറേ ഫോട്ടോസ്, കുറേ നെയിംസൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഫേക്ക് ആണോ എന്ന് നമുക്കറിയില്ല. ലോകത്തിൽ ഇതുപോലത്തെ വെബ്സൈറ്റ്സ്, ചാനൽസ് ഇത് മാത്രമാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരിക്കലല്ല. ഇഷ്ടംപോലെ വെബ്സൈറ്റ്, ഇഷ്ടംപോലെ ചാനൽസ്, ഇതുപോലെ കുറേ കോൺസ്പിറസി ആയിട്ടുള്ള, കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള, കുറേ തിയറീസ് പറയുന്ന കുറേ ചാനൽസ്, കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. ഇതിനൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളൊരു ഡെലൂഷൻ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ജീവിക്കുന്നത് മിഥ്യയാണ്, നിങ്ങൾ ജീവിക്കുന്നത് ശരിയല്ല, ഇവിടെ മരിച്ചാൽ വേറെ സ്ഥലത്ത് പോയി ജീവിക്കാം. കുറേ കോൺസ്പിറസി ആയിട്ടുള്ള കുറേ തിയറീസ് അവർ ജനങ്ങളിലേക്ക് എത്തിക്കുക, അവരൊരു ഡെലൂഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നടക്കുന്നതൊക്കെ റിയൽ ആയിട്ടുള്ള വേൾഡ് അല്ല, നിങ്ങളൊരു മിഥ്യയായിട്ടുള്ള ലോകത്താണ്, ഇവിടെ നിന്ന് മരിച്ചാൽ വേറെ സ്ഥലത്ത് ജീവിക്കാം. അതുപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറേ ഡൊണേഷൻ വാങ്ങിയിട്ട് അവരുടെ വെബ്സൈറ്റ്, യൂട്യൂബ് റൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതുവഴി കുറേ പൈസ ഇവർ ക്രിയേറ്റ് ചെയ്യുക, കുറേ പൈസ ആൾക്കാരിൽ നിന്ന് വാങ്ങുക. അങ്ങനെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ ലോകത്തുണ്ട്. ഈ PDF-ലും അതുപോലത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ചൊവ്വയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ജീവൻ തരും. ആ ജീവൻ തന്നു കഴിഞ്ഞാൽ പിന്നെ ആൻഡ്രോമേഡ ഗാലക്സി പോവാം, അവിടെ പോയിട്ട് വേറെ ലൈഫ്, വേറെ ഗ്രഹത്തിൽ സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ PDF പറയുന്നുണ്ട്. അങ്ങനെ ഇവർ വേറെ ഗ്രഹത്തിലേക്കുള്ള ജീവിതം ആഗ്രഹിച്ച് ഇവർ 3 പോയതാണോ? പിന്നെ അവരുടെ മുറിയിൽ പൊട്ടിയ വളകൾ, മുടികൾ, വേറെ നമ്മൾ ഈ ദുർമന്ത്രവാദം ചെയ്യില്ലേ, അതിനായിട്ട് ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ കിട്ടിയിരുന്നു. ഇതിന് ദുർമന്ത്രവാദം ആണോ എന്ന രീതിയിലും പോലീസ് വേറെ ആംഗിളും കൂടെ അന്വേഷിക്കുന്നുണ്ട്.